നമ്മളെ ജസ്ന കണ്ണൻ ഇതിനെപ്പറ്റി പറയാൻ കരുതിയതല്ല, എന്നാലും കണ്ടപ്പോൾ ഒന്ന് പറയാതിരിക്കാനും വയ്യല്ലോ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ജസ്ന എന്ന് പറഞ്ഞ ഈ പെണ്ണ് കണ്ണനെ വരയ്ക്കുകയാണ്. കണ്ണനെ വരച്ചിട്ട് ഇത് ആദ്യം പറ്റിച്ചത് സുരേഷ് ഗോപിനെ കേട്ടോ. സുരേഷ് ഗോപിനെ പറ്റിച്ചു ആദ്യം. എന്നിട്ട് സുരേഷ് ഗോപിക്ക് കൊടുത്ത് പിന്നെ പ്രധാനമന്ത്രിൻ്റെ അടുത്തേക്ക് എങ്ങനെ എത്തും എന്നുള്ളത് ചിന്തിച്ച് പ്രധാനമന്ത്രിക്കും ഒരു ഫോട്ടോ കൈമാറി. അത് സുരേഷ് ഗോപി മുഖാന്തരം ആയിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും സുരേഷ് ഗോപി എവിടെയെങ്കിലും വരികയാണെങ്കിൽ സുരേഷ് ഗോപിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അറിയുന്നതിൻ്റെ മുമ്പിൽ ആര് നമ്മളുടെ ജസ്ന അറിയുന്നുണ്ട്. അതും എങ്ങനെയെന്ന് അറിയില്ല. ഏതായാലും ആവട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിൻ്റെ പുറമെ ഈ ജസ്ന ഇപ്പം കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പ്രശ്നമുണ്ടാക്കി എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ, യൂട്യൂബൊക്കെ ഉപയോഗിക്കുമ്പോൾ, ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ കമൻറ്റുകളൊക്കെ പലതും വരും. അതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും കഴിവുള്ള ആളുകളെ ഈ പണിക്ക് ഒരുങ്ങാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെയൊക്കെ കമൻറ്റിൽ എന്തെല്ലാം തെറികൾ വിളിക്കാറുണ്ട്, എന്തെല്ലാം മോശമായി അത് എഴുതി വിടാറുണ്ട്, എന്തെല്ലാം പറയാറുണ്ട്. എനിക്ക് പറ്റാത്തത് വെറും മാബൈന സുറത്തി റുക്കുബത്തി മുട്ടുമക്കളിൻ്റെ ഇടയിലുള്ള അനാവശ്യമാണ് പറയുന്നത് എങ്കിൽ ഞാനതാണ് ഒഴിവാക്കും. അതല്ലെങ്കിൽ ഞാൻ ഇതിനല്ലോ ചിഹ്നം വിട്ടുകൊടുക്കലാണ്. ഞാനത് പ്രയാസാക്കലില്ല. കാരണം അറിയാം, യൂട്യൂബ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ബാക്കിൽ അത് കമൻറ്റുകൾ എഴുതും, ഫേസ്ബുക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ കമൻറ്റുകൾ എഴുതും, അച്ചടക്കം പോകും, അതമില്ലാതെ എഴുതും. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും കയറാൻ. അതൊരു ആദ്യ വിഷയം. ഏതായാലും ആവട്ടെ, ഈ ജസ്ന എന്ന് പറഞ്ഞ പെണ്ണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുന്നിൽ ചെന്ന് അവിടെ ചെന്ന് തട്ടമിട്ട് കണ്ട് അവൾ എന്ത് ചെയ്യാണ്, അവിടെ അവളുടെ ഒരു വീഡിയോക്ക് പിറകിൽ ഒരു കമന്റ് എഴുതിയ പെണ്ണിനെ കണ്ടു. ആ കമന്റ് എഴുതിയ പെണ്ണ് ഏത് ജാതിയിൽപ്പെട്ടതാണ്? ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു പെണ്ണാണ്. ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു പെണ്ണ് കമന്റ് എഴുതിയിട്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ജസ്നയോടൊപ്പം നിന്നുകൊണ്ട് സംസാരിക്കുന്നത് ആരാന്നറിയോ? ഹിന്ദു സഹോദരിമാര് തന്നെയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവൾക്ക് ഇതിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട്, എന്തോ ഒരു ഗൂഢാലോചന ഉണ്ട്. എന്തിന്? കാരണം നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, മുസ്ലിമീങ്ങളായ നമ്മളുടെ പള്ളിയുടെ ആരാധന നടക്കുന്ന സമയത്ത്, വെള്ളിയാഴ്ച ജുമാ നടക്കുന്ന സമയത്ത് നമ്മളുടെ പള്ളിയുടെ മുറ്റത്ത് വന്നിട്ട് നമ്മളുടെ പള്ളിയും അതുപോലെ തന്നെ കഅബയും വരയ്ക്കുന്ന ഒരാൾ ഇവിടെ വന്ന് ശബ്ദമുണ്ടാക്കാനോ അതല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങൾ ഉണ്ടാക്കാനോ നമ്മൾ സമ്മതിക്കോ? അതല്ലെങ്കിൽ നമുക്കത് പ്രയാസമാകൂലേ? നമ്മുടെ ആരാധനാലയത്തിൽ അത് പ്രയാസമാകും. നമ്മളുടെ ഇടയിൽ തന്നെ അത് വലിയൊരു കലാപമായി മാറും. ഇത് നാം മനസ്സിലാക്കാതെ ഈ മുസ്ലിം പെണ്ണിന്റെ, ഈ ജസ്ന എന്ന് പറഞ്ഞ പെണ്ണിന്റെ പിന്നിൽ ആരാണെങ്കിലും അവരെ തേടി പിടിക്കണം. ഇവൾ ഒരുപാട് കാലമായി ഇങ്ങനെ പല ആളുകളെയും പറ്റിക്കുന്നു, കേസ് കൊടുക്കുന്നു, എന്നിട്ട് പിൻവലിക്കുന്നു. സുരേഷ് ഗോപി ശ്രദ്ധിച്ചോളിൻ, ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ അവളെ കയറി പിടിച്ചു എന്ന് പറഞ്ഞേക്കാം. അവൾക്ക് ഇതൊന്നും പിടിക്കലൊന്നുമല്ല പ്രശ്നം, പിടിക്കലും കടക്കലും ഒന്നും അല്ല പ്രശ്നം. അവൾക്ക് ക്യാഷ് വേണം. കാശ് ഉണ്ടെങ്കിൽ കാശ് കിട്ടാനുള്ള മാർഗം എങ്ങനെയാണെങ്കിലും അവൾ സ്വീകരിക്കും. ജസ്ന മോളെ, ആദ്യം നീ പറഞ്ഞത്, നീ രംഗത്തേക്ക് എത്തിയത് ഒരു ഉസ്താദിനെ കൊണ്ടാണ്. ആ ഉസ്താദ് എന്തൊക്കെ പറഞ്ഞു എന്നായിരുന്നു നീ ആദ്യം നിന്റെ ഡയലോഗ് ഉണ്ടായിരുന്നത്. ആദ്യം നീ പറഞ്ഞത് അതായിരുന്നു. അപ്പൊ ആ ഉസ്താദൊക്കെ എങ്ങോ പോയി. ഇപ്പൊ അതിൽ നിന്നൊക്കെ മാറി അമ്പലത്തിൽ കയറി ആരാർക്കും ഫോട്ടോ എടുക്കാൻ, ഗുരുവായൂർ അമ്പലത്തിലെ ക്ഷേത്രം, അതിൻ്റെ ഉള്ളിൽ പ്രദർശനം, ഒരാൾക്കും ഫോട്ടോ എടുക്കാൻ അധികാരമില്ലാത്ത സ്ഥലത്ത് കയറി സെൽഫി എടുത്ത് പ്രദർശിപ്പിക്കുന്ന ഈ ജസ്നക്ക് അത്രമാത്രം സ്വാതന്ത്ര്യം ആര് കൊടുത്തു? ഇതിന്റെ പിന്നിൽ ആര്?
ശരിക്കും ഇവിടെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ജസ്നയെ ശരിക്കും ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവൾ ഈ അമ്പലത്തിന്റെ ഉള്ളിൽ പ്രവേശിപ്പിക്കുന്നു? ഇവൾ മുസ്ലിം സഹോദരിയല്ലേ? ഇവൾ തട്ടവിട്ടല്ലേ വരുന്നത്? ഇവൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറാനും അവിടെ ഫോട്ടോ എടുക്കാനും അവിടെ വരാനും അവിടെ ചുറ്റാനും ഒക്കെ അനുവാദം വേണമെങ്കിൽ അവൾ ആ ജാതിയിലേക്ക് അങ്ങ് കൂടിയിട്ട് പോരെ, അങ്ങോട്ട് പോയിക്കോട്ടെ. എന്തിനാ ഇവിടെ ഇതൊക്കെ നിറഞ്ഞിക്കണ്? മുസ്ലിംസിലൊന്നും അങ്ങനെ ആൾക്കാർക്ക് കുറവൊന്നുമില്ല പൊന്നാര ജസ്ന. അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് നിനക്ക് എങ്കിൽ നീ അതിലേക്ക് അങ്ങ് പോ. എന്നിട്ട് അതിൽ കൂടിക്കൊണ്ട് നീ എന്ത് ചെയ്യ്, അതുപോലെ ചെയ്യ്. അതല്ല നിനക്ക് കച്ചവടമാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ നീ ഫോട്ടോ വരക്ക്, നീ കൃഷ്ണന്റെ ഫോട്ടോ വരക്ക്, അമ്പലത്തിന്റെ ഫോട്ടോ വരച്ചോ, പള്ളിയുടെ ഫോട്ടോ വരച്ചോ, നിനക്ക് ഏത് ഫോട്ടോ വരച്ചിട്ടും നീ ഒരു കടയിട്ടിട്ട് ആ കടയിൽ അത് കച്ചവടം നടത്ത്, വിൽപ്പന നടത്ത്. അതല്ലേ വേണ്ടത്. അതല്ലാതെ നീ ഒരു ആരാധനാലയത്തിൽ ചെന്നുകൊണ്ട് അവൾ എനിക്ക് കമന്റ് എഴുതി എന്ന് പറഞ്ഞ് ഓരോരുത്തരുടെ പേരിലും പ്രശ്നമുണ്ടാക്കി അവർ തമ്മിൽ തല്ലിപ്പിക്കുന്ന പരിപാടിയിൽ നിന്ന് പൊന്നാര ജസ്ന നീ മാറി നിന്നിട്ടില്ലെങ്കിൽ നിനക്ക് വലിയ പ്രയാസം വരും. ഇപ്പൊ പലരും പറയുന്നുണ്ട് ജസ്നയുടെ പിന്നിൽ പല ഉസ്താദുമാരുമുണ്ട്, പല ആളുകളുണ്ട്. ഒരു ടീം ആര്, ജാമിദ ടീച്ചറെ പോലത്തെ പലരും ഉസ്താദുമാരാണ് ജസ്നയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. എന്താ ജാമിദ, അനക്ക് ഉസുറും പൂളി ഇല്ലേ? മാനാവസാനം പാണ്ടിക്കാട് കുഞ്ഞാഭരണമാര് മാനാവസാനം ഒന്നും ഇല്ലേ? ഇക്കാര്യത്തിൽ പറയാൻ ഇവളുടെ പിന്നിൽ ഏത് ഉസ്താദുമാരാ നിൽക്കുക? അന്തമുള്ള രണ്ട് കണ്ണും ചെവിയും കേൾവിയുമുള്ള ഒരാളും നിൽക്കൂല. കാരണം ഇവളുടെ പ്രവർത്തനം അങ്ങനെയാണ്. ഇവൾക്കൊന്ന് ചെറിയ രൂപത്തിൽ ഒരു കോൾ ചെയ്താൽ പോലും റെക്കോർഡാക്കി പുറത്ത് പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവരുന്ന ഇവളുടെ പിന്നിൽ ആര് നിൽക്കും? അപ്പൊ ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അമുസ്ലിമീങ്ങളായ സഹോദരന്മാരെ, നിങ്ങളുടെ ആരാധനാലയത്തിലേക്ക് ഇതുപോലത്തെ പ്രശ്നമുണ്ടാക്കാൻ വരുന്നവരെ പിടിച്ചു പുറത്തിടണം. അത് തന്നെയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ അവർക്ക് അവിടെ സ്വാതന്ത്ര്യം കൊടുത്ത് അവരതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് ലോകത്തേക്ക് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം എന്തിന്? അതിന് നിങ്ങൾ തന്നെ പോരെ. പള്ളിയിലുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമില്ല എന്നതുപോലെ തന്നെ അമ്പലത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ എന്തിനാ നിങ്ങൾക്ക് മുസ്ലിമിന്റെ ആവശ്യം? നിങ്ങൾ പോരെ, നിങ്ങൾ തന്നെ ചെയ്യൂലേ. പിന്നെ എന്തിന്? പിന്നെ ഇവൾ ജസ്ന ചെയ്ത പണി എന്താ അറിയോ? BJP-ക്കാരെ തന്നെ തമ്മിൽ തെറ്റിച്ചു. BJP-യിൽ തന്നെ രണ്ട് വിഭാഗമായി മാറിയിട്ടുണ്ട്. ജസ്നയുടെ ഒരു ഭാഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ ജസ്ന ഈ ജസ്നയോടൊപ്പം കുറച്ച് ആളുകളായി മാറിയിട്ടുണ്ട്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അവളുടെ വീഡിയോക്ക് പിറകിൽ ഒരു കമന്റ് ഇട്ട പെണ്ണിനെ ചോദ്യം ചെയ്യുന്ന അമുസ്ലിമീങ്ങളായ ചില സുഹൃത്തുക്കൾ ആ മുസ്ലിമായ പെണ്ണ് കമന്റ് എഴുതിയതിന്റെ പേരിൽ ചോദ്യം ചെയ്യുന്ന ആ രംഗം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇത് ഗുരുവായൂർ അമ്പലത്തിന്റെ മുന്നിലാ. എന്നിട്ട് അവൾ പറയാ അവളുടെ ഫോണൊന്ന് ചെക്ക് ചെയ്യൂ, അവർ ആ കേസെടുക്കണം. ആദ്യം കേസെടുക്കേണ്ട തൊഴിച്ച് ഇവളാണ്. ഇവളെ പേരിലാ കേസെടുക്കേണ്ടത്. കാരണം ഇവളല്ല ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മുഴുവൻ ഉണ്ടാക്കിയത്. ഒന്ന് നോക്കൂ പ്രിയപ്പെട്ടവര്. ഈ പെണ്ണാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടി ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. പെണ്ണാണോ എന്നുള്ളത് ഇവളല്ലത് അമ്മയും പെണ്ണല്ല പെണ്ണായിട്ട് പോകാൻ കാണിക്കും. സംസാരിക്കാം. അതിന്റെ കാരണം ഫോൺ ഞാൻ ഫോൺ എത്തിക്കോ ഫോൺ എത്തി ഈ പെണ്ണാണ് ആ പെണ്ണ്. ഈ പെണ്ണാണോ എന്നുള്ളത് നോക്കാൻ
വേണ്ടി ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം പെണ്ണാണോ എന്നുള്ളത്. ഇവളല്ലത് ഇയൊക്കെ അമ്മയും പെണ്ണാക്കി ചോദിച്ചാൽ പെണ്ണാക്കി സ്വഭാവം കാണിക്കണം കേട്ടോ. ഓരാരാ എന്താ എനിക്ക് ഒരുത്തനെ ബോധിപ്പിക്കണം, ഒരാൾ ഇതിന്റെ അച്ഛനമ്മേനെ ബോധിപ്പിച്ചാൽ ഒരു അറിയത്തില്ല. ഇതൊക്കെ എന്താ ഞാനാടാ പെണ്ണാണല്ലേ പെണ്ണ് മാർഗത്തിന് പറയിപ്പിക്കാനായിട്ട്. ഫോട്ടോ എടുത്ത് തരിക, എന്നിട്ട് അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുക, ഒന്നേക്കുള്ള വകുപ്പാക്കുക. ഞങ്ങൾ അതിനനുസരിച്ച് ഉണ്ടാക്കി ഫോട്ടോ വീഡിയോ വിട്ടുകളയാൻ പറ്റൂല. ഇവര് ഫേമസ് ഒരാളാണ്. ഇവർക്ക് ഇങ്ങനെ കമന്റ് ഇടുമ്പോ അത്രയും ശ്രദ്ധിക്കണം. ഇവർക്ക് കമന്റ് ഇടുമ്പോ ഒന്നാന്ന് വെച്ചാൽ ഇവരൊരു മുസ്ലിം കുട്ടിയാണ്. നമ്മളെ അമ്പലത്തിൽ വന്ന് ഗുരുവായൂർ അണ്ണനെ വിളിക്കുമല്ലോ. എന്റെ അനിയന് എന്തോ പരിപാടി ചെയ്ത് തരുന്നുണ്ട്. നിങ്ങൾക്ക് പെങ്ങളില്ലേ? കേൾക്കുമ്പോ വിഷമം ഉണ്ടാവില്ലേ? അതന്നെയാണ്. എന്നിട്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ്, ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നത്. മറ്റൊരു രീതിയിൽ കാണാൻ പാടില്ല. പിന്നെന്താ നമ്മളെല്ലാരും സഹോദരന്മാരല്ലേ. ഞാള് കച്ചു തരുന്നത് അതിന്റെ മോനെ ഞാളൊക്കെ ഒരു വീട്ടിൽ തക്കുന്നതാണ്. അല്ല, അത് ഇന്റെ മോനാണ്. ഓള് കളിച്ചാൽ ഓളെ കളി ഞാറ് പഠിക്കും. ഇവളായിട്ട് മിണ്ടാത്തി നാളെ അസ്ഥലായിട്ട് പ്രതികരിച്ചോളൂ. ഓള് ഓടുമ്പിലേക്ക് ഇറങ്ങാണ്ട് ഇങ്ങനത്തെ ഫോട്ടോ എടുത്തിട്ടാണ് ഓരോന്നിലിട്ടിട്ടാണ് ഇവളെ ഇതാക്കുന്നത്. നമ്മള് നല്ല രീതിയിൽ നിൽക്കുന്നവരല്ലേ. ഓളിങ്ങനെ നടക്കുന്ന വേശിയായിട്ട് അതുകൊണ്ടാണ് ഓള് ശരിക്കുള്ള പെണ്ണാണ്. ഓള് വായ പൂട്ടി ഓളെയാ വേണ്ടത്. വേറെ ഒരുത്തന്റെ എപ്പോഴും നിന്ന് ഫോട്ടോ എടുക്കണം. ഓളാ എനിക്ക് ഓളെ വിട്ടു കൊടുക്കണം. ഇന്റെ മോനാട്ടോ. എന്റെ മോൻ അങ്ങനത്തെ തെമ്മാടിയും തെണ്ടിയൊന്നും അല്ല. അതോള് മനസ്സിലാക്കിക്കോട്ടെ. ഓള് തന്റെ എന്താ റോഡിൽ ഇറങ്ങട്ടെ, ഇവിടുന്ന് അമ്പലം വിട്ടിറങ്ങട്ടെ, ഒക്കെ കൊടുക്കണ്ട ഇയാള് കൊടുത്തോളൂ. ഇന്റെ മോൻ എന്റെ മോൻ ഇന്നൊന്നല്ല, ഞാനിന്നൊന്നല്ല അല്ല ഇവിടെ ഇവരുള്ളത്. ഇവിടെ കൊണ്ട് പലതും പറഞ്ഞുണ്ടാക്കുന്നുണ്ട് ആൾക്കാർ. ഇന്നൊന്നല്ലേ തുടങ്ങിയതല്ല പറയാ. പക്ഷെ ഇവളിങ്ങനെ നടത്തുന്നോളായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇവിടെ അങ്ങനത്തെ ഒരു പെണ്ണായതിനെ കൊണ്ടാന്ന് വേറൊരു പെണ്ണിനെ ഒരു ചെക്കനെ വെച്ചിട്ട് പറയുന്നേ. ഞാനെന്താ പ്രതികരിച്ച മോനെ പറഞ്ഞതിനെ കൊണ്ടാട്ടോ. ഇന്റെ മോനാട്ടോ. നീ ഫോട്ടോ എടുത്ത ഏടെയാ ചെടി ഞാനൊരു ചുക്കും ചെയ്യാലോ. നീ ഫോട്ടോ എടുത്ത